ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മൊഡ്യൂൾ 2 കുറിച്ചാണ്. അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്തിട്ടുണ്ട്. 2025 ക്വസ്റ്റ്യൻ പേപ്പറും എടുത്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് അറിയേണ്ടതെന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോട്ടേഴ്സാണ്. അപ്പോൾ മോട്ടേഴ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതിന് നമുക്ക് സിങ്ക്രണസ് മോട്ടർ, സിങ്ക്രണസ് മോട്ടോർ എന്ന് ഒക്കെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സിങ്ക്രണസ് മോട്ടർ എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ സിങ്ക് ചെയ്യും അല്ലേ. അതിൽ രണ്ട് റോട്ടറിൽ, അതായത് മോട്ടറിൽ രണ്ട് കമ്പോണൻസാണ് ഉള്ളത്. ഒരെണ്ണം സ്റ്റേറ്റർ, ഒരെണ്ണം റോട്ടർ. ഓക്കെ, ഈ രണ്ട് കമ്പോണൻറ്റ് കൂടി തമ്മിലുള്ള ഇൻറ്ററാക്ഷനാണ് ഒരു മോട്ടറിനെ പ്രവർത്തിപ്പിക്കുന്നത്. ഇപ്പം റോട്ടറും സ്റ്റേറ്ററും ഒരേ സ്പീഡിലാണ് പോകുന്നതെങ്കിൽ അതിന് സിങ്ക്രണസ് മോട്ടർ എന്ന് പറയും. ഓക്കെ, ഇനി അല്ലെങ്കിൽ അതിന് സിങ്ക്രണസ് എന്ന് പറയും. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ള മോട്ടേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 മോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻഡക്ഷൻ മോട്ടർ, BLDC ബ്രഷ്ലെസ് DC മോട്ടർ, പിന്നെ നമുക്ക് എന്താ ഉള്ളത് PMSM പെർമനൻറ്റ് മാഗ്നറ്റ് സിങ്ക്രണസ് മോട്ടർ, ലാസ്റ്റ് നമുക്ക് SRM സ്വിച്ച്ഡ് റിലക്റ്റൻസ് മോട്ടർ എന്ന് പറഞ്ഞാൽ 4 മോട്ടേഴ്സാണ്. അപ്പോൾ ഈ 4 മോട്ടേഴ്സിൻ്റെ കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ മോട്ടേഴ്സും നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും ഒരു മോട്ടറിന് 7 മാർക്കിനോ ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന രീതിയിൽ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഡക്ഷൻ മോട്ടറാണ്. ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുമ്പോൾ ആദ്യം ഇതിൻ്റെ കൺസ്ട്രക്ഷനാണ് നോക്കേണ്ടത്. നമ്മൾ പറഞ്ഞ പോലെ എല്ലാ മോട്ടറും സ്റ്റേറ്ററുണ്ട്, റോട്ടറുണ്ട്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഡക്ഷൻ മോട്ടറിൽ മാഗ്നറ്റ്സ് ആർ നോട്ട് യൂസ്. ഇൻഡക്ഷൻ മോട്ടറിൽ മാഗ്നറ്റ് ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെ SRMലും മാഗ്നറ്റ് ഉപയോഗിക്കുന്നില്ല. ഓക്കെ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെയുള്ള BLDC ആൻഡ് PMSMൽ മാഗ്നറ്റ് ഉപയോഗിക്കുന്നുണ്ട്. PMSMലെ പേരിൽ തന്നെ പെർമനൻറ്റ് മാഗ്നറ്റ് എന്ന് പറഞ്ഞു. BLDC ആണെങ്കിൽ ബ്രഷ് ഇല്ലെങ്കിൽ പിന്നെ സാധാരണ കമ്മ്യൂട്ടേറ്ററായിട്ട് ബ്രഷസ് ആണ് ഉപയോഗിക്കുന്നത്. ബ്രഷ് ഇല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും, മാഗ്നറ്റ് ആണ്. ഓക്കെ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പം കൺസ്ട്രക്ഷനിൽ സ്റ്റേറ്ററാണ്. ഇവിടെ സ്റ്റേറ്റർ ഈസ് ലാമിനേറ്റഡ് സ്റ്റീൽ. ഓക്കെ, ആൻഡ് ഓൾസോ 3 ഫേസ് വൈൻഡിങ്സ് ഉണ്ടാകും. അപ്പോൾ ഓരോ സ്ലോട്ടിലും, സ്റ്റേറ്ററിൻ്റെ ഓരോ സ്ലോട്ടിലും 3 ഫേസ് വൈൻഡിങ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. റോട്ടർ ആണെങ്കിലോ സ്ക്വിറൽ കേജ് ടൈപ്പ് മോട്ടർ ആയിരിക്കും. അതായത് അലൂമിനിയം ബാസ് അല്ലെങ്കിൽ കോപ്പർ ബാസ് ആയിരിക്കും റോട്ടറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അലൂമിനിയം ബാസിൻ്റെ അകത്ത് സിലിണ്ട്രിക്കൽ ലാമിനേഷൻസും ഉണ്ടാവും കേട്ടോ. പിന്നെ എയർ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. എയർ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ റോട്ടറും സ്റ്റേറ്ററും തമ്മിലുള്ള ഒരു ഗ്യാപ്പാണ് എയർ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ ആയിരിക്കും നമ്മൾ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡൊക്കെ ജനറേറ്റ് ചെയ്യുന്ന ഈ എയർ ഗ്യാപ്പിൻ്റെ ഇടയിൽ കൂടെ ആയിരിക്കും. എയർ ഗ്യാപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. എവിടെ സ്വിച്ച് റിലക്റ്റൻറ്റ് മോട്ടർ പറയുമ്പോൾ എയർ ഗ്യാപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്, പറഞ്ഞുതരാം. എയർ ഗ്യാപ്പ് ഇസ് വെരി സ്മോൾ ആൻഡ് യൂണിഫോം. പിന്നെ ബാക്കി ഫ്രെയിം, ബെയറിങ്, കൂളിങ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസ്ട്രക്ഷനിൽ പറയാനുള്ള സ്റ്റേറ്റർ, റോട്ടർ, എയർ ഗ്യാപ്പ്. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഓക്കെ, വെൻ 3 phase AC ക്രിയേറ്റ്സ് എ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ സ്റ്റേറ്റർ ഡ്യൂ ടു 3 phase AC സപ്ലൈ. 3 phase AC സപ്ലൈ കാരണം ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാണ്. ഇനി റോട്ടറിൽ കുറേ ബാർ ഉണ്ടെന്ന് പറഞ്ഞാൽ അലൂമിനിയം ബാർ, ദിസ് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കട്ട്സ് ദ റോട്ടർ ബാർസ് വിച്ച് ഇൻഡ്യൂസസ് കറണ്ട് ഇൻ ദ മോട്ടർ. ഫാരഡേ ലോ ആണ് പറയുന്നത്. അതായത് ഇനി കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എന്ന് പറയുന്ന ഡെവലപ്പ് മാഗ്നറ്റിക് ഫീൽഡ് നേരെ തിരിച്ചും പറയും അല്ലേ. അതുപോലെ തന്നെ എന്താ സംഭവിക്കുന്നത്, ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുക എവിടെ, റോട്ടറിൽ. അപ്പോൾ സ്റ്റേറ്ററിലുള്ള റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ റോട്ടറിൽ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, റോട്ടർ കറണ്ട് ഇൻട്രാക്ട് വിത്ത് ദ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. ഇവർ തമ്മിൽ ഇൻട്രാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം റോട്ടറിൽ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുക. അതായത് AC എക്സൈറ്റേഷനിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഓരോ ഫേസ് ഇങ്ങനെ എക്സൈറ്റ് ചെയ്ത് പോകുമ്പോൾ അതിനനുസരിച്ച് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതായത് ഓരോ സമയവും 2 ഫേസ് ഓൺ ആയിരിക്കും, ഒരു ഫേസ് ഓഫ് ആയിരിക്കും. റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. എന്നിട്ട് ആ കറണ്ട് എവിടെയാണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്, റോട്ടറിലാണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ റോട്ടർ ഇനി നമ്മളെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിനെ ഇങ്ങനെ ഫോളോ ചെയ്യാൻ നോക്കും. ഓക്കെ, ഫോളോ ചെയ്യാൻ നോക്കും, പക്ഷേ ഒരിക്കലും സിങ്കിലായിരിക്കില്ല പോകുന്നത്. റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഒരു സ്പീഡിലായിരിക്കുമല്ലോ പോകുന്നത്. അതിന് പറയുന്ന പേരാണ് സിങ്ക്രണസ് സ്പീഡ് എന്ന് പറയുന്നത്. എന്നാൽ റോട്ടർ ഒരു സ്പീഡിലായിരിക്കുമല്ലോ കറങ്ങുന്നത് ഡ്യൂ ടു ദ ഇൻഡ്യൂസ്ഡ് കറണ്ട്. അതിന് പറയുന്ന പേരാണ് സ്പീഡ് ഓഫ് റോട്ടർ, NR എന്ന് പറയുന്നത്. അപ്പം ഇവർ തമ്മിൽ ഒരിക്കലും സിങ്ക് ആവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട് അല്ലേ, ലാഗിങ് ഉണ്ട്. ഈ ലാഗിനെയാണ് സ്ലിപ്പ് എന്ന് പറയുന്നത്. ഇനി സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റിംഗ് സിങ്ക്രണസ് സ്പീഡ് ഓഫ് സ്റ്റേറ്റർ മൈനസ് സിങ്ക്രണസ് സ്പീഡ് ഓഫ് റോട്ടർ ബൈ സിങ്ക്രണസ് സ്പീഡ് ഓഫ് സ്റ്റേറ്റർ ഇൻറ്റു 100 എന്ന് പറഞ്ഞാണ് സ്ലിപ്പ് എന്ന്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ നോക്കി റോട്ടർ റൊട്ടേറ്റ് സ്ലൈറ്റ്ലി സ്ലോവർ ദാൻ RMF. ഓക്കെ,
റോട്ടർ എന്ന് പറയുന്നത് എപ്പോഴും സ്ലോവർ ദാൻ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. സ്പീഡ് കൺട്രോൾഡ് ബൈ വേരിയിങ് ഫ്രീക്വൻസി വയ ദ ഇൻവെർട്ടർ. കീ ഫീച്ചേഴ്സ് എന്തായിരിക്കും? ഇവിടെ നമുക്ക് മാഗ്നറ്റ് ഇല്ല അല്ലേ, ഞാൻ പറഞ്ഞ പോലെ SRMലും ഇൻഡക്ഷൻ മോട്ടറിലും മാഗ്നറ്റ് ഇല്ല. ക്യാൻ റൺ അറ്റ് ഹൈ സ്പീഡ്, റിക്വയർസ് മോർ കറണ്ട് കൂളിംഗ് അറ്റ് ഹൈ ടോർക്ക്, ലോവർ എഫിഷ്യൻസി ദാൻ പെർമനൻറ്റ് മാഗ്നറ്റ് മോട്ടേഴ്സ് അറ്റ് പാർഷ്യൽ ലോഡ്. അഡ്വാൻറ്റേജസ് എന്താ? മാഗ്നറ്റ് ഇല്ല, സിമ്പിളാണ്, റഗഡാണ്, ലോ മെയിൻ്റനൻസ് ആണ്. അതുകൊണ്ട് തന്നെ ചില ആദ്യത്തെ ടെസ്ലയിലെല്ലാം ഇൻഡക്ഷൻ മോട്ടോഴ്സ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഗുഡ് ഓവർലോഡ് കേപ്പബിലിറ്റി. ഡിസഡ്വാൻറ്റേജ് എന്താ? ലോവർ എഫിഷ്യൻസി. പിന്നെ ഇവിടെ മാഗ്നറ്റ് അല്ല, മാഗ്നറ്റിന് പകരം നമുക്ക് ലാമിനേറ്റഡ് സ്റ്റീൽസ് ആണുള്ളത്. അലൂമിനിയം കോപ്പർ ബാറൊക്കെയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഹൈ റോട്ടറിൽ ലോസസ് വരുന്നുണ്ട്, I²R ലോസസ്. റിക്വയർസ് ഫീൽഡ് വീക്കനിങ് അറ്റ് ഹൈ സ്പീഡ്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് BLDC മോട്ടറിനെ കുറിച്ചാണ്. BLDC എന്ന് പറഞ്ഞാൽ പേര് തന്നെ ബ്രഷ്ലെസ് DC മോട്ടർ. ബ്രഷ്ലെസ് എന്ന് പറയുമ്പോൾ അതിന് പകരം ആരാ ഉണ്ടാവുക? കമ്മ്യൂട്ടേറ്റർ ആരാ ചെയ്യുന്ന കമ്മ്യൂട്ടേറ്റിംഗ്? നമ്മളെ മാഗ്നറ്റ് ആയിരിക്കും, പെർമനൻറ്റ് മാഗ്നറ്റ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ആദ്യം പറയാമല്ല, സ്റ്റേറ്റർ സെയിം 3 ഫേസ്. നമ്മളെ ഇവനായിട്ട് ഇൻഡക്ഷൻ മോട്ടറായിട്ട് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. സ്റ്റേറ്റർ എന്താ? 3 ഫേസ് വൈൻഡിങ്, അവിടെ അങ്ങനെയാണ്. റോട്ടർ എന്തായിരുന്നു? സർഫസ് മൗണ്ടഡ് പെർമനൻറ്റ് മാഗ്നറ്റ്. നോക്കിക്കോ, നിയോഡിമിയം അയൺ ബോറോൺ ആവാം, അല്ലെങ്കിൽ SMCU ആവാം, അല്ലെങ്കിൽ അയൺ റെയർലി ആണ് ആവുന്നത്. ഓക്കെ, അങ്ങനെ 3 ടൈപ്പ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ നമ്മൾ വഴിയെ പറയും. ഇവിടെ റോട്ടർ സർഫസ് മൗണ്ടഡ് ആയിരിക്കും. റോട്ടറിൻ്റെ സർഫസിൽ എന്തായിരിക്കും ഉണ്ടാകുന്നത്? മാഗ്നറ്റ് ആയിരിക്കും. നോർത്ത് പോൾ സൗത്ത് പോൾ കണ്ടില്ലേ? ഓക്കെ, ഇതാണ് നമ്മുടെ റോട്ടർ, ഇതാണ് നമ്മുടെ സ്റ്റേറ്റർ. ഓക്കെ, 3 ഫേസ് വൈൻഡിങ് ഉണ്ടാവും. നൗ ഹോൾ സെൻസേഴ്സ് ഫോർ കമ്മ്യൂട്ടേഷൻ. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഈ റോട്ടർ റൊട്ടേറ്റ് ചെയ്യലോ, ഈ റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്റ്റേറ്ററിൽ ഹോൾ എഫക്റ്റ് സെൻസർ മൗണ്ട് ചെയ്യും. ഈ ഹോൾ എഫക്റ്റ് സെൻസർ എന്താ ചെയ്യുന്നത്? റോട്ടറിൻ്റെ ഓരോ സമയത്തെയും പൊസിഷൻ അളക്കും. ദെൻ ഇൻവെർട്ടർ ഫോർ ഇലക്ട്രോണിക് സ്വിച്ചിങ്. ഓക്കെ, ഇനി ഓരോ ഫേസ് ഇങ്ങനെ മാറി പോകണ്ടേ? ഓരോ ഫേസ് ഇങ്ങനെ മാറി പോകണം. എവിടെ? നമ്മളെ ഇൻഡക്ഷൻ മോട്ടറിൽ ചെയ്ത പോലെ തന്നെ ഓരോ ഫേസ് മാറി പോകാൻ വേണ്ടിയിട്ട് ഇൻവെർട്ടറാണ് സഹായിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് പെർമനൻറ്റ് മാഗ്നറ്റ് ആവുള്ള അല്ലേ, അപ്പോൾ നോക്കി നോക്കുക, ഹോൾ സെൻസസ് ഡിറ്റക്ട് ദ റോട്ടർ പൊസിഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻവെർട്ടർ എന്താ ചെയ്യുക? എനർജൈസ് സ്റ്റേറ്റർ ഫേസസ് ഇൻ ട്രപ്പിസോയിഡൽ സീക്വൻസ്. 2 ഓൺ ആയിരിക്കും, 1 ഓഫ് ആയിരിക്കും. സ്റ്റേറ്ററിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ്സ് ഇൻ സ്റ്റെപ്സ്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ്. സ്റ്റേറ്ററിനാണ് ഇവിടെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. അവിടെയും ഇൻഡക്ഷൻ മോട്ടറിലും സ്റ്റേറ്ററിനായിരുന്നു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. ഈ സ്റ്റേറ്ററിൻ്റെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കാരണം റോട്ടർ മാഗ്നറ്റ്, നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ റോട്ടറിലുള്ള മാഗ്നറ്റ് എന്ത് ചെയ്യും? അതിനെ അട്രാക്റ്റ് അല്ലെങ്കിൽ റിപ്പൽ ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ റോട്ടറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, വിച്ച് പ്രൊഡ്യൂസസ് ടോർക്ക്. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടറിൽ അവിടെ റോട്ടർ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വന്നു. ആ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ കാരണമാണ് അവിടെ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? മാഗ്നറ്റാണ്, പെർമനൻറ്റ് മാഗ്നറ്റ് മറ്റേ മാഗ്നറ്റിന് അട്രാക്ഷൻ സംഭവിക്കും, റിപ്പൾഷൻ സംഭവിക്കും. അത് കാരണം ടോർക്ക് ഇവനെ ഫോളോ ചെയ്യാൻ തുടങ്ങും. ഫോളോ ചെയ്യുന്ന കാരണം ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സ്പീഡ് കൺട്രോൾ ത്രൂ സ്വിച്ചിങ് ഫ്രീക്വൻസി. കീ ഫീച്ചേഴ്സ് ഓഫ് ട്രപ്പിസോയിഡൽ ബാക്ക് EMF. ട്രപ്പിസോയിഡൽ ബാക്ക് EMFൻ്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഹൈ ടോർക്ക് ഡെൻസിറ്റി. കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ട്രപ്പിസോയിഡൽ ബാക്ക് EMF ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ ട്രപ്പിസോയിഡൽ ബാക്ക് EMF ആണ്. ഒന്ന് ഓർത്ത് വെച്ചോ, BLDCയിൽ ട്രപ്പിസോയിഡൽ ബാക്ക് EMFും PMSം പെർമനൻറ്റ് മാഗ്നറ്റ് സിങ്ക്രണസ് മോട്ടറിലാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നത്? സൈനസോയിഡൽ വേവ് ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ ബാക്ക് EMF കിട്ടുകൊണ്ട് തന്നെ റിപ്പിൾ ഫോർമേഷൻ വരും. അത് നമുക്ക് പറഞ്ഞുതരാം. ഇനി ഹൈ ടോർക്ക് ഡെൻസിറ്റി ആയിരിക്കും, കാരണം പെർമനൻറ്റ് മാഗ്നറ്റ് കുറച്ചുകൂടി പെട്ടെന്ന് കുറച്ചുകൂടി കൂടുതൽ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ മോഡറേറ്റ് ടോർക്ക് റിപ്പിൾ ഫോം ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, ഡ്യൂ ടു ട്രപ്പിസോയിഡൽ വേവ് ഫോർ. അത് മോഡറേറ്റ് ആയിരിക്കും. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ എന്താ? ഹൈ എഫിഷ്യൻസി ടോർക്ക്, സിമ്പിൾ കൺട്രോൾ, ഗുഡ് ഫോർ ലൈറ്റ് EVs BLDC ഉപയോഗിക്കുന്നുള്ളൂ. ഓക്കെ, BLDC അങ്ങനെ മെയിൻലി ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ഉപയോഗിക്കുന്ന മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മോട്ടർ ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഡിസഡ്വാൻറ്റേജസ് എന്താ? നോയ്സ് ഉണ്ടാവും, കാരണം കമ്മ്യൂട്ടേഷൻ റിപ്പിൾ ഫോർമേഷൻ നടക്കുകയാണ്. പിന്നെ സർഫസ് മാഗ്നറ്റ് എന്തായിരിക്കും? ലിമിറ്റഡ് ഫീൽഡ് വീക്കണിങ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ അടുത്ത ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്, BLDCയിലും ഫോളോ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു സ്ലിപ്പ് ഉണ്ടാവും, കാരണം ലാഗിങ് ചെയ്യാണ് ചെയ്യുന്നത്, ഫോളോ ചെയ്യാണ് ചെയ്യുന്നത്, ഒരുമിച്ചല്ല പോകുന്നത്. ഇനി പെർമനൻറ്റ് മാഗ്നറ്റ് സിങ്ക്രണസ് മോട്ടർ, വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് മോഡേൺ EVസിലെല്ലാം ഉപയോഗിക്കുന്നത്.
ഇൻഡക്ഷൻ മോട്ടോഴ്സ് ഞാൻ പണ്ട് ഉപയോഗിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പം പെർമനൻറ്റ് മാഗ്നറ്റ് സിങ്ക്രണസ് മോട്ടോഴ്സാണ് മോഡേൺ EVസിൽ ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൺസ്ട്രക്ഷൻ ഒന്ന് നോക്കി നോക്കാം. കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ സിമിലറാണ്. ഇതിൻ്റെ ഫിഗറൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് നോക്കി നോക്കിയേ. അതായത് ഇവിടെ എത്ര എണ്ണം ഉണ്ടോ? 1 2 3 4 5 6 7 8. ആ 8 എണ്ണത്തിൻ്റെ നേർക്കായിട്ട് തന്നെ 8 വേറെ റോട്ടറിൻ്റെ മാഗ്നറ്റ് ഇങ്ങനെ തള്ളി നിൽക്കുക. റോട്ടറിൻ്റെ മാഗ്നറ്റ് തള്ളി നിൽക്കുകയാണ്. ഇവിടെ 8 വൈൻഡിങ്സ് ഉണ്ട്. ആ 8 വൈൻഡിങ്സിന് നേരെ റോട്ടറിൻ്റെ മാഗ്നറ്റ് തള്ളി നിൽക്കുകയാണ്. ഇവിടെയാണെങ്കിൽ നമുക്ക് റോട്ടറിന് ഒരു നോർത്ത് പോളും ഉണ്ട്, ഒരു സൗത്ത് പോളും ഉണ്ട്. ഇവിടെ 3 ഫേസ് വൈൻഡിങ്സും ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മളെ ഇൻഡക്ഷൻ കറൻറ്റിലാണെങ്കിൽ ഇതാണ് ഫിഗർ. ഇനി കൺസ്ട്രക്ഷൻ ഓഫ് പെർമനൻറ്റ് മാഗ്നറ്റ് സിങ്ക്രണസ് മോട്ടർ എന്താ? കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റർ സെയിം നമ്മൾ BLDCയും ഇൻഡക്ഷൻ മോട്ടർ പോലെയും എന്താണ് 3 ഫേസ് വൈൻഡിങ്ങാണ്. റോട്ടറിൽ എന്താണ്? ഇൻറ്റീരിയർ പെർമനൻറ്റ് മാഗ്നറ്റ്. ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻറ്റീരിയർ പെർമനൻറ്റ് മാഗ്നറ്റ് ഓർ സർഫസ് പെർമനൻറ്റ് മാഗ്നറ്റ്. ഇതാണ് സർഫസ് പെർമനൻറ്റ് മാഗ്നറ്റ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് സർഫസിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന മാഗ്നറ്റ്സിനാണ് സർഫസ് പെർമനൻറ്റ് മാഗ്നറ്റ്. എന്നാൽ ഇൻറ്റീരിയർ പെർമനൻറ്റ് മാഗ്നറ്റ് എന്തായിരിക്കും? യെസ്, ദ പെർമനൻറ്റ് മാഗ്നറ്റ്സ് ആർ ബറീഡ് ഇൻസൈഡ് ദ റോട്ടർ. ഇതാണ് നമ്മുടെ റോട്ടർ. ഓക്കെ, ഈ റോട്ടറിൻ്റെ അകത്തായിരിക്കും ഉണ്ടാവുക. പിന്നെ എന്താണ്? ഒരു പൊസിഷൻ എൻകോഡർ എന്ന് പറയുന്നത് നമ്മൾ അവിടുത്തെ ഹോൾ എഫക്ട് സെൻസർ പോലെ. പിന്നെ ഒരു സിലിണ്ട്രിക്കൽ റോട്ടർ ഉണ്ടെന്ന് പറഞ്ഞു. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താ? ഇൻവെർട്ടർ അപ്ലൈ സൈനസോയിഡൽ കറണ്ട്. ഞാൻ പറഞ്ഞില്ല, PMSMൽ സൈനസോയിഡൽ വേവ് ഉള്ള കറണ്ട് ആയിരിക്കും ഇൻവെർട്ടറിൽ നിന്ന് കിട്ടുന്നത്. റോട്ടർ പെർമനൻറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ലോക്സ് വിത്ത് സ്റ്റേറ്റർ RMF. വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇൻഡക്ഷൻ മോട്ടറും BLDCയും പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഒരു ലാഗിങ് ഉണ്ടായിരുന്നു പറഞ്ഞു. കാരണം ഇമാർ ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്താ അറിയോ? ഇവിടെ നമ്മൾ എക്സ്റ്റേണലി നമ്മളെ റോട്ടറിനെ കറക്കിയിട്ട് സ്റ്റേറ്ററിൻ്റെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന് സിങ്ക് ആയിട്ട് തന്നെ പോകാൻ പറയും. ഓക്കെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവന്മാർ തമ്മിൽ ഈക്വൽ പോൾസ് ഒക്കെ ആയിരിക്കണം, എന്നാലേ എപ്പോഴും സിങ്ക് ആയി തന്നെ ഇരിക്കുള്ളൂ. ഒരു പ്രാവശ്യം സിങ്ക് ചെയ്ത് കൊടുത്താൽ വീണ്ടും സിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പെർമനൻറ്റ് മാഗ്നറ്റ് ഇതിൻ്റെ സ്റ്റേറ്റർ വൈൻഡിങ്ങും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അപ്പം സിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ എക്സ്റ്റേണലി കറക്കേണ്ടി വരും. എന്നാൽ നമുക്ക് ഇവിടെ വേണ്ട. ഇൻഡക്ഷൻ മോട്ടറൊക്കെ സെൽഫ് സ്റ്റാർട്ടിങ് മോട്ടറാണ്. അതിന് നമ്മൾ എക്സ്റ്റേണലിലേക്ക് കറക്കേണ്ട ആവശ്യമില്ല. ഇനി ഇൻവെർട്ടർ അപ്ലൈസ് സൈനസോയിഡൽ കറണ്ട് ക്രിയേറ്റിംഗ് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, റോട്ടർ പെർമനൻറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ലോക്സ് വിത്ത് ദ സ്റ്റേറ്റർ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഇനി ഇറ്റ് ഈസ് കൺട്രോൾ ബൈ ഫീൽഡ് ഓറിയൻറ്റഡ് കൺട്രോൾ. ഞാൻ മൊഡ്യൂൾ 3 പറഞ്ഞിട്ടുണ്ട്. ഫീൽഡ് ഓറിയൻറ്റഡ് കൺട്രോൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫീൽഡ് ഓറിയൻറ്റഡ് കൺട്രോൾ കാരണമാണ് നമുക്ക് ടോർക്കും ഫ്ലക്സും ഒരു മോട്ടറിൻ്റെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ മോട്ടർ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് എങ്ങനെ ടോർക്കും ഫ്ലക്സും എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും? അത് അത്ര സ്പീഡിൽ കറങ്ങാല്ലേ. നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഇതാക്കണം. അതിന് നമ്മൾ ക്ലാർക്കും ട്രാൻസ്ഫോർമേഷൻ എല്ലാം ഉപയോഗിച്ചിട്ട് അത് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. പിന്നെ ലാർജ് കോൺസ്റ്റൻറ്റ് പവർ സ്പീഡ് റേഞ്ച് ആയിരിക്കും യൂസിങ് ഫീൽഡ് വീക്കണിങ്. ഈ ഫീച്ചേഴ്സ് എന്താ? സൈനസോയിഡൽ ബാക്ക് EMF വെരി ഇമ്പോർട്ടൻറ്റ്. അത് കാരണം എന്താണ്? നമുക്ക് റിപ്പിൾ ഇല്ല. മറ്റടുത്ത് BLDCയിലാണെങ്കിൽ റിപ്പിൾ വരുന്നുണ്ട്. പിന്നെ എന്താ? ഹയ്യസ്റ്റ് എഫിഷ്യൻസി എമംഗ് ഓൾ മോട്ടേഴ്സ്, ബെസ്റ്റ് പവർ ആൻഡ് ടോർക്ക് ഡെൻസിറ്റി. അതുകൊണ്ടാണ് ഈ PMSM നമ്മൾ മോഡേൺ ഇലക്ട്രിക് വെഹിക്കിൾസിൽ ഉപയോഗിക്കുന്നത്. പിന്നെ അഡ്വാൻറ്റേജസ് എന്താ? എഗെയിൻ ക്വയറ്റ് ആയിരിക്കും, ലോ വൈബ്രേഷൻ ആണ്. ഇവിടെ റിപ്പിൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ക്വയറ്റ് ആയിരിക്കും. വെരി വൈഡ് സ്പീഡ് റേഞ്ച് ആയിരിക്കും. എക്സലൻറ്റ് പെർഫോമൻസ് ഫോർ EV ട്രാക്ഷൻ. ഡിസഡ്വാൻറ്റേജസ് എന്താ? നമുക്കറിയാം. ഇതിൽ പെർമനൻറ്റ് മാഗ്നറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഈ പെർമനൻറ്റ് മാഗ്നറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിയോഡിമിയം, അയൺ, ബോറോൺ ഉണ്ട്. പിന്നെ നമുക്ക് അയൺ ഉണ്ട്. പിന്നെ നമുക്ക് SmCO, സെമേറിയം കൊബാൾട്ട് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര റെയർ എർത്ത് മാഗ്നറ്റ്സ് ആണ്. അതിനെല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പിന്നെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് പറഞ്ഞു. ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? മാഗ്നറ്റ്സ് ആർ എക്സ്പെൻസീവ്, റിക്വയർസ് കോംപ്ലക്സ് കൺട്രോൾ എക്സെട്ര. ഇനി SRM, സ്വിച്ച്ഡ് റിലക്റ്റൻസ് മോട്ടർ. ഒന്നുമില്ല, റിലക്റ്റൻസ് ആണ്. ഇവൻ റിലക്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാൽ ഇവൻ ഒന്നിനും അതായത് ഇങ്ങനെ എല്ലാം തള്ളി മാറ്റും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കി നമ്മൾ നേരത്തെ PMSMൽ പറഞ്ഞ പോലെയാണോ ഇവിടുത്തെ ആ ഒരു അലൈൻമെൻറ്റ്? നോക്കി. ഓക്കെ, ഇവിടെ ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് അല്ല, ഒരിക്കലും അല്ല. സ്വിച്ച് റിലക്ഷൻ മോട്ടോഴ്സിൽ മാഗ്നറ്റ് ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇവിടെ ഒരു റോട്ടറിൻ്റെ കുറേ പോളുണ്ട് അല്ലേ? 4 പോളുണ്ട്. ഇവിടെ 4 പോളുണ്ട്. എന്നാൽ ഇവിടെ വൈൻഡിങ്സ് നോക്കി. വൈൻഡിങ്സിന് ഞാൻ പോളായിട്ട് പറയുകയാണെങ്കിൽ 6 പോളുണ്ട്. ഓക്കെ, 6 സ്റ്റേറ്റർ പോളും ഉണ്ട്, 4 റോട്ടർ പോളുമാണുള്ളത്. അപ്പോൾ എന്താ സംഭവിക്കാമെന്നറിയോ? ഇവിടെ എയർ ഗ്യാപ്പ് ഉണ്ടോ? എയർ ഗ്യാപ്പ് ഈ ഒരു ഭാഗത്താണെങ്കിൽ എയർ ഗ്യാപ്പ് ഇത്രയേ ഉള്ളൂ റോട്ടർ സ്റ്റേറ്ററും തമ്മിൽ. എന്നാൽ ഇതിങ്ങനെ കറങ്ങിയിട്ട് ഇവിടെ വന്നെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇവിടെ ഇത്രയുണ്ട് സ്റ്റേറ്ററും റോട്ടറും തമ്മിലുള്ള എയർ ഗ്യാപ്പ്. ഓക്കെ, അപ്പോൾ എന്താ മനസ്സിലായ? എയർ ഗ്യാപ്പ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. അത് കാരണവും പിന്നെ ഇവന്മാർ തമ്മിലുള്ള
ഇൻട്രാക്ഷൻ കാരണം, റിലക്റ്റൻസ് കാരണം എന്ത് ചെയ്യും, ടെൻഡൻസി ടു അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റിലക്റ്റൻ്റ് ആയി ഇങ്ങനെ തള്ളി നീക്കി ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. നമുക്കിത് വായിച്ച് നോക്കിയാൽ നമുക്ക് കൂടുതൽ മനസ്സിലാവും. അതായത് സ്റ്റേറ്റർ, സേലിയൻ പോൾസ് വിത്ത് കോൺസെൻട്രേറ്റഡ് മാഗ്നറ്റിക് കോൺസെൻട്രേറ്റഡ് വൈൻഡിങ്. സേലിയൻ പോൾസ് എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റഡ് പോൾസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കണ്ട, ഇവിടെ പ്രൊജക്റ്റഡ് പോൾസ് ആണ്, ഇതാണ് അവർ കോൺസെൻട്രേറ്റിംഗ് വൈൻഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെന്താണ്, റോട്ടറിന് സേലിയൻ പോൾസ് ആണ്, അതും സേലിയൻ്റ് ആണല്ലേ, തള്ളി നിൽക്കുന്ന പോൾസ് ആണ്, വിത്ത് ബട്ട് നോ മാഗ്നറ്റ്സ്, നോ വൈൻഡിങ്സ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ അസിമെട്രിക് ഇൻവെർട്ടർ ഫോർ ഫേസ് സ്വിച്ചിങ്. റോട്ടർ പൊസിഷനിൽ നമുക്ക് സെൻസർ റിക്വയർ ചെയ്യും. നമ്മൾ ഹോൾ സെൻസർ പറഞ്ഞ പോലെ ഇവിടെ റോട്ടറിൻ്റെ പൊസിഷൻ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്ററിൽ നമ്മൾ ഹോൾ സെൻസർ മൗണ്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താ, സ്റ്റേറ്ററിൻ്റെ കോയിൽ എനർജൈസ് ചെയ്യുമ്പോൾ എന്താണ്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, എങ്കിൽ നമ്മൾ എന്താണ്, സ്റ്റേറ്ററിനെ എനർജൈസ് ചെയ്യുമ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡ് അനുസരിച്ച് നമ്മളെ റോട്ടർ എന്ന് പറയുന്നത് എന്താണ്, വെറും ഒരു ലാമിനേറ്റിംഗ് സ്റ്റീലാണ്. ഓക്കെ, വേറൊരു എന്താണ്, പോളാണ്. ആ പോൾ എന്താ ചെയ്യുന്നത്, റോട്ടർ അലൈൻസ് വിത്ത് ദ എക്സൈറ്റഡ് സ്റ്റേറ്റർ ടു മിനിമൈസ് റിലക്റ്റൻസ്. അതായത് റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് എല്ലാം പോലെ ഒന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പം ഈ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റിലക്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് റോട്ടർ അതിനോടൊപ്പം തന്നെ എനർജൈസ് ചെയ്ത് സ്റ്റേറ്ററിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനൊപ്പം തന്നെ എത്താൻ നോക്കും. ഓക്കെ, ഇത് ആക്കാൻ നോക്കും. ഓക്കെ, rotor aligns with the excited stator pole to minimize reluctance. Phases switched sequentially. ഓരോ ഫേസും സീക്വൻസ് ആയിട്ടാണ് സ്വിച്ച് ചെയ്തത്. ആദ്യം ഇത്, പിന്നെ ഇത് അങ്ങനെ. പിന്നെ ഫേസസ് സ്വിച്ച് സീക്വൻഷ്യലി കണ്ടിന്യൂസ് റൊട്ടേഷൻ, അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ടോർക്ക് കംസ് ഫ്രം റിലക്റ്റൻസ് ഫോഴ്സ്, നോട്ട് മാഗ്നറ്റ്. ഇവിടെ മാഗ്നറ്റ് അല്ല, റിലക്റ്റൻസ് ഫോഴ്സ് കാരണമാണ് ടോർക്ക് വരുന്നത്. ഓക്കെ, ഇനി റഗഡ് ആണ്, സിമ്പിളാണ്, മാഗ്നറ്റ് ഇല്ല. ഹൈ ടോർക്ക് റിപ്പിൾ, ഇവിടെയും ടോർക്ക് റിപ്പിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ്. മറ്റേ VLDCയിലും ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഇവിടെയും ടോർക്ക് റിപ്പിൾ പ്രൊഡ്യൂസ്. ചീപ്പസ്റ്റ് ആണ്, കാരണം മാഗ്നറ്റ് ഇല്ല, മാഗ്നറ്റ് റെയർ എർത്ത് മാഗ്നറ്റ് ആണ്, അതുകൊണ്ടാണ് ഹൈ എക്സ്പെൻസീവ് എന്ന് പറയുന്നത്. ഇവിടെ മാഗ്നറ്റേ ഇല്ല. വെരി ഹൈ മെക്കാനിക്കൽ റോബസ്റ്റ്നെസ് ആണ്, ഹൈ സ്പീഡ് കേപ്പബിലിറ്റി ആണ്, ഹൈ നോയ്സ്. കാരണം എന്തുകൊണ്ടാണ്, റിപ്പിൾ വരുന്ന കാരണം നോയ്സ് വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് പഠിക്കാനും എളുപ്പമാണ്. ഓക്കെ, ഇനി ടോർക്ക് ജനറേഷൻ ഇൻ ഇൻഡക്ഷൻ മോട്ടർ, അതിന് നമ്മൾ പറയണം, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ കാരണമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് 3 ഫേസ് AC റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് സിങ്ക്രണസ് സ്പീഡിലായിരിക്കും എപ്പോഴും റൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കട്ട്സ് ദ റോട്ടർ. ഈ സ്റ്റേറ്റർ ആയിരിക്കും റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നമ്മളെ റോട്ടറിനെ കട്ട് ചെയ്യും. കാരണം റോട്ടർ എന്ന് പറഞ്ഞാൽ കുറേ ബാറായിട്ട് ഇരിക്കുന്നതാണ്. അപ്പം അതിന് ഓരോ പ്രാവശ്യം ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പോകുമ്പോൾ ഓരോന്നിനും കട്ട് ചെയ്ത് പോകും. ഈ കട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇറ്റ് ഇൻഡ്യൂസസ് EMF, ഫാരഡേസ് ലോ, അതാണ് പറയുന്നത്. ബിക്കോസ് റോട്ടർ ഫ്രീക്വൻസി സ്റ്റേറ്റർ ഫ്രീക്വൻസിയും, അതായത് റോട്ടർ ഫ്രീക്വൻസി റോട്ടർ ഇങ്ങനെ ഫോളോ ചെയ്യും സ്റ്റേറ്ററിന്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ലാഗിങ് ഉണ്ടാവും. ആ ലാഗ് കാരണം സ്ലിപ്പ് ഒക്കെ ചെയ്യും. റോട്ടർ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ കാരണം ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് കിട്ടും റോട്ടറിന്. ഓക്കെ, ഈ റോട്ടർ കറണ്ട് ക്രിയേറ്റ്സ് എ റോട്ടർ മാഗ്നറ്റിക് ഫീൽഡ്. ഇനി ഈ റോട്ടർ കറണ്ട് ക്രിയേറ്റ്സ് എ റോട്ടർ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം സ്റ്റേറ്ററിന് ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അത് ഇതായിട്ട് കൺഫ്യൂസ് ആവല്ലേ. സ്റ്റേറ്ററിന് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് അത് നമ്മൾ അത് നമ്മളെ റോട്ടറിനെ കട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ കാരണം ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാകും. ഈ ഇൻഡ്യൂസ്ഡ് റോട്ടർ കറണ്ട് കാരണം ഒരു റോട്ടർ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇനി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ സ്റ്റേറ്റർ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് റോട്ടറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ടോർക്ക്. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പിന്നെ ടോർക്ക് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ സ്ലിപ്പ് ആണെന്നുള്ളത്. അപ്പം അത്രയാണ് നമ്മളെ മോട്ടേഴ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ.